ഹലോ മൈ ഗൈസ്, ഈ രാവിലെ തന്നെ എണീച്ചിട്ട് ഈ മസാല ദോശ തിന്നാൻ വേണ്ടിയിട്ടില്ലേ, സൂപ്പർ ടേസ്റ്റാണ്. പക്ഷെ വീട്ടിൽ തിന്നൂല ഗൈസ്. പുറത്ത് പോയിക്കഴിഞ്ഞാൽ മസാല ദോശ മസ്റ്റാണ്. അപ്പം നേരെ പോയിട്ട് ഒരു മസാല ദോശ വാങ്ങിച്ചിട്ടുണ്ടായിനെ. അതിങ്ങനെ മസാലയൊക്കെ കൂട്ടി ചട്നിയൊക്കെ കൂട്ടി തിന്നാനില്ലേ, സൂപ്പർ. ഇതാണ് കോട്ടൺ ക്യാൻഡി. കോട്ടൺ ക്യാൻഡി എന്ന് വെച്ചാൽ എന്താ ഗൈസ്, ഈ മുട്ടായിൻ്റെ ഉള്ളിലെ പഞ്ഞി പോലത്തെ സംഭവം നമ്മളെ കുനാഫ ചോക്ലേറ്റിൻ്റെ വേറെ വേഷം. അത് കഴിഞ്ഞിട്ട് നേരെ പോയി നെസ്റ്റോറി. അല്ല, നമ്മളെന്തിനാ നെസ്റ്റോറി പോയി നിങ്ങൾക്കറിയോ? പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഗൈസ്, വീണ് നോക്കാൻ പോയതാ. അങ്ങനെ എല്ലാം നോക്കൽ മാത്രമേ ഇല്ലേ, ഒന്നും വാങ്ങിക്കൂല. പക്ഷെ എന്ത് പറ്റൂല, നമ്മൾ ഈ ചങ്ങായിൻ്റെ അടുത്തൊന്നും പറ്റൂല. ചങ്ങായിക്ക് എല്ലാം വേണം. പോകുമ്പം തന്നെ ആ കൊട്ടി എടുക്കണേ. അങ്ങനെ കൊട്ടയും എടുത്തിട്ട് ഒരു കൊട്ട സാധനം ഇട്ടിന് ഗൈസ്. കൊട്ടയിലിട്ട സാധനങ്ങളെല്ലാം ചെക്കന് വേണമെന്ന് നിർബന്ധമാണ്. പക്ഷെ ഈ മനുഷ്യൻ്റെ ഇലയിൽ ഒന്നും പറ്റൂല. അങ്ങനെ നേരെ കൊട്ടയും കിട്ടൂല എന്ന് മനസ്സിലാക്കിയ ചെക്കൻ എന്ത് ചെയ്തു ഗൈസ്, അവൻ്റെ പരാതിയും പരിഭവങ്ങളെല്ലാം പറഞ്ഞ് മടുത്തു. അങ്ങനെ ഞാൻ നേരെ പോയിട്ടേ ഒരു മിഠായി വാങ്ങിച്ചു കൊടുത്തിട്ട് ചെക്കനെ ഹാപ്പി ആക്കി. സെക്യൂർ മാളിൽ പോയിക്കഴിഞ്ഞാൽ ഇതിൽ കേരളം നിർബന്ധമാണ്. പക്ഷെ മൂപ്പർ ചിരിക്കൂല. അങ്ങനെ ഞാൻ ഒന്ന് ചിരിപ്പിച്ചിട്ട് നേരെ കറക്കി വിട്ടിട്ടുണ്ടായിനെ. ഈ ചെക്കൻ്റെ കാര്യമില്ലേ, എത്ര കറക്കി വിട്ടാലും പരാതിക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അങ്ങനെ അവനെ ആടെ ആക്കിയിട്ട് ഞാൻ നേരെ പോയിട്ട് ഒരു ചുരിദാർ വാങ്ങിച്ചേ. അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഈ മാളിൽ വന്ന ലക്ഷ്യം മൂവിക്കാണേ. അങ്ങനെ നേരെ മൂവിയും പോയിട്ട് കണ്ടിട്ടുണ്ടായിനി. മൂവി കണ്ടിട്ട് അവിടെ നിന്ന് പോപ്കോണൊക്കെ കഴിച്ചിട്ട് എന്ത് ചെയ്തു ഗൈസ്, നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു. അപ്പം ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ ഷവർമയും പിന്നെ ഇതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് പോയേ. ഓക്കെ, ബൈ.